बलिदान हुए हैं। यूडीएफ हो या एलडीएफ हो, शायद हिंदुस्तान के राजनीतिक जीवन में इतना जुल्म एक विचारधारा को लेकर के जीने वाले लोगों पर हुआ तो सिर्फ मैं कह सकता हूं केरल में हुआ है। जम्मू कश्मीर से भी ज्यादा हुआ है। उसके बावजूद भी सामने कहीं विजय नजर नहीं आता था। उन्होंने परिश्रम की पराकाष्ठा में कभी पीछे नहीं रहे, पीढ़ियां खपा दी और आज पहली बार संसद में केरल से हमारा प्रतिनिधि बन के आया। നമസ്കാരം. നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ്. NDA പാർലമെന്ററി പാർട്ടി യോഗം നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുത്തു. ശേഷം മോദി നടത്തിയ സുദീർഘമായ പ്രസംഗത്തിൽ NDAയെക്കുറിച്ചും ഭരണത്തിൽ സമവായത്തിനുള്ള പങ്കിനെക്കുറിച്ചും വിശദീകരിച്ചു. മോദി സർക്കാർ ഒരു തവണ പോലും പറയാതെ NDA സർക്കാർ നൂന്നിപ്പറഞ്ഞുള്ള പ്രസംഗം. BJPയുടെ പ്രധാന നയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള കക്ഷികൾ JDUവും NDAയും JDUവും TDPയും നെടും തൂണുകളായ NDA സർക്കാരിനെ നയിക്കാനാണ് മോദി എത്തുന്നത്. ഉലയാത്ത മുന്നണിയെന്ന് NDAയെ മോദി വിശേഷിപ്പിക്കുമ്പോൾ BJP പ്രധാന വിഷയങ്ങളിൽ നയം മാറ്റം വരുത്തുമോ? സമവായത്തിന് തയ്യാറാകുമോ? പുതിയ ഇന്ത്യ, വികസിത ഇന്ത്യ, പ്രത്യാശയുടെ ഇന്ത്യ എന്ന് മോദി തന്നെ പറയുന്ന NDAയുടെ ഗ്യാരണ്ടിക്ക് ഉറപ്പെന്ത്? ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ന്യൂസ് ഈവനിംഗിൽ അതിഥികളായി പങ്കെടുക്കുന്നവർ ശ്രീ അനിൽ ബോസ്, കോൺഗ്രസിന്റെ പ്രതിനിധി, ശ്രീ A. സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനും, ശ്രീ പ്രിൻറ്റു മഹാദേവ്, BJPയുടെ പ്രതിനിധി. ആദ്യം ഞാൻ തുടങ്ങുന്നത് ശ്രീ പ്രിൻറ്റുവിൽ നിന്നാണ്. പ്രിൻറ്റു, ഇതിപ്പോൾ വളരെ ദീർഘമായൊരു പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത്. അതിൽ ഇന്ന് അദ്ദേഹം പറയുന്നത് NDA സർക്കാരിനെ കുറിച്ചാണ്, സമവായത്തെക്കുറിച്ചാണ്, ഒരു സഖ്യ സർക്കാരിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ഇപ്പോൾ ഉലയാത്ത മുന്നണി എന്ന് പറയുന്നു. ആ NDA എന്നതിൽ ഉറച്ചു നിന്നുകൊണ്ട് സമവായത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടതാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ. ചില ഘട്ടങ്ങളിൽ ഒക്കെ അത് ഏത് ലെവലിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം അതൊരു വലിയ മാറ്റമായി കരുതുന്നുണ്ടോ? ഏറ്റവും വലിയൊരു മാറ്റം, ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു മാറ്റം നരേന്ദ്രമോദിയിൽ എന്ന തരത്തിലേക്ക് അതിനെ കാണാൻ കഴിയുമോ? തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം NDA സഖ്യം തന്നെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധിക വർഷക്കാലമായിട്ട് യാതൊരു തകർച്ചയും നേരിടാത്ത ഒരു മുന്നണി സംവിധാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NDA മുന്നണിയാണ്. 1900 വാജ്പേയിയുടെ 96 മുതൽ ഇന്ന് 2024 എത്തി നിൽക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ് NDA. NDA സംവിധാനത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി മത്സരിച്ചിട്ടുള്ളത്. NDAയുടെ പ്രകടന പത്രികയാണ് ഇറങ്ങിയിട്ടുള്ളത്. സഖ്യകക്ഷികളുണ്ട്. അതുകൊണ്ട് തന്നെ NDA എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഭരണമാണ് നരേന്ദ്രമോദി നടപ്പിലാക്കാൻ പോകുന്നത്. അതിനകത്ത് BJPക്ക് കേവല ഭൂരിപക്ഷമില്ല എന്നുള്ളത് കൊണ്ട് BJP ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആശയപരമായ പ്രതിബദ്ധതയോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ നിലപാടിൽ നിന്നും ഞങ്ങൾ പിറകോട്ട് പോകുമെന്നുള്ള യാതൊരു വിധത്തിലുള്ള അർത്ഥവും ആരും കണക്കാക്കേണ്ടതില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയും അതോടൊപ്പം തന്നെ മുന്നണി സംവിധാനത്തെ ഏത് രീതിയിലാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് അറിയുന്ന നേതൃത്വമാണ് BJPക്കുള്ളത്. കാരണം മുന്നണി സംവിധാനത്തെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം BJPയാണ്. കാരണം മുന്നണി സംവിധാനം ഇപ്പൊ കാശ്മീർ ആയിക്കോട്ടെ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളായിക്കോട്ടെ, ഇനി കേരളമായിക്കോട്ടെ, ഇവിടെയെല്ലാം കൃത്യമായി മുന്നണി സംവിധാനങ്ങളെ വിജയിപ്പിച്ച ഒരു ചരിത്രമാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഊഷ്മളമായിട്ടുള്ള മുന്നണി സംവിധാന ബന്ധങ്ങളിൽ കൂടെ തന്നെയായിരിക്കും BJPയുടെ പ്രയാണം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും പരിണിതപ്രജ്ഞരായിട്ടുള്ള രണ്ട് രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും നയതന്ത്രജ്ഞരും നയചാതുര്യമുള്ള രണ്ടാളുകൾ തന്നെയാണ് ഞങ്ങളുടെ ഘടകകക്ഷികളിൽ പ്രമുഖർ. ഒന്ന് നിതീഷ് കുമാർ ആയിക്കോട്ടെ, മറ്റൊന്ന് ചന്ദ്രബാബു ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ ഈ ആശങ്കകൾക്കൊന്നും യാതൊരു സ്കോപ്പും ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയ അടിത്തറയുണ്ട്. അതോടൊപ്പം തന്നെ NDA മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയുണ്ട്. അതിനനുസൃതമായിട്ടുള്ള പ്രയാണം തന്നെയായിരിക്കും നരേന്ദ്രമോദിക്ക് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മുന്നണി ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കിക്കൊണ്ട് വിവിധ മുന്നണി ബന്ധത്തെക്കുറിച്ച് താങ്കളും ഇപ്പോൾ എടുത്തെടുത്ത് പറയുകയാണ്. ഇത് നരേന്ദ്രമോദിക്ക് പരിചയമുള്ള ഒന്നാണോ ശ്രീ പ്രിൻറ്റു? അല്ല, നരേന്ദ്രമോദിക്ക് പരിചയമുള്ള മുന്നണി സംവിധാനം ആയതുകൊണ്ടല്ല ഇപ്പൊ കേരളത്തിലടക്കം ഞങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാനായത്. ഇപ്പൊ കേരളത്തിലെ ഒരു മുന്നണി സംവിധാനം എന്ന രീതിയിൽ ഞങ്ങൾ കൂടെ ആദ്യമായിട്ട് വന്ന ഒരു പ്രസ്ഥാനം BDJS ആണ്. ഒരു SNDP പിന്തുണയുള്ള BDJS. ആ BDSും BJPയും തമ്മിലുള്ള ബന്ധം വന്നതിന് ശേഷമാണ് കേരളത്തിൽ BJPക്ക് അനുകൂലമായ വോട്ട് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള മുന്നണി സംവിധാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൃത്യമായ കാൽക്കുലേഷൻ കാഴ്ചപ്പാടുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമായിരുന്നില്ല.
BJP-യുടെ സംഘടനാ കാര്യദർശിയും കൂടിയായിരുന്നു നരേന്ദ്രമോദി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് അറിയുള്ളൂ. അതിനപ്പുറത്ത് BJP-യുടെ സംഘടനാ ചുമതലയുള്ള, അതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥയിൽ ഈ ബീഹാറിൽ മുഴുവൻ ഈ പ്രതിപക്ഷ കക്ഷികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് സംഘർഷ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള അല്ലെ കൺവീനറായിരുന്ന നരേന്ദ്രമോദി ഉണ്ട്. അതുകൊണ്ട് മുന്നണി സംവിധാനവും അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് നരേന്ദ്രമോദിയോട് അങ്ങനെ എല്ലാവരുടെയും എല്ലാ ഇന്ത്യക്കാരുടെയും പ്രധാനമന്ത്രിയാണ് താൻ എന്ന ഉറച്ച ബോധ്യത്തോടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും പല ഘട്ടത്തിലും പോയിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യക്കാരുടെ പ്രധാനമന്ത്രി സംസാരിക്കേണ്ട രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് താങ്കൾക്ക് വ്യക്തിപരമായി പറയാൻ കഴിയുമോ ശ്രീ പ്രിന്റു? താങ്കളുടെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അല്ല, ഇതിനകത്ത് ഇന്ത്യക്കാരുടെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ തന്നെയല്ലേ നരേന്ദ്രമോദി സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം അഡ്രസ് ചെയ്ത വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞ അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ വിരോധം പറഞ്ഞു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ 68 തവണ പ്രസംഗത്തിൽ വിരോധ പ്രസംഗം നടത്തിയെന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് കോൺഗ്രസ് പല കാലഘട്ടങ്ങളിലായി ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്ന പ്രീണന രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്തത്. ആ അഡ്രസ് ചെയ്യപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ഇലക്ഷനാണ്. ഇലക്ഷനകത്ത് അദ്ദേഹത്തിന് ഞങ്ങളുടെ കോർ വോട്ട് ബാങ്ക് ആയിട്ടുള്ള SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ സംവരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോർ വോട്ട് ബാങ്കിലേക്ക് അല്ലെങ്കിൽ കോർ വോട്ട് ബാങ്കിന്റെ സംവരണത്തെ എടുത്തുകൊണ്ട് ഒരു മതാടിസ്ഥാനത്തിലുള്ള ഒരു പ്രീണനത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന കാര്യത്തെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്തത്. അല്ലാതെ അതൊരു മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഒരു പ്രസംഗമായിട്ട് നമുക്കത് കാണാൻ സാധിക്കില്ല. നിങ്ങൾ അത് കൃത്യമായിട്ട് അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അല്ലെങ്കിൽ മംഗല്യ സൂത്രം എടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ജനം അത് മുഴുവൻ തള്ളിക്കളഞ്ഞു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത്തരത്തിലേക്കൊരു ജനവിധി വന്നത്. പക്ഷെ താങ്കൾ ഈ പ്രധാനമന്ത്രി ആണ് ഇന്ത്യക്കാരുടെ പ്രധാനമന്ത്രി എന്ന തരത്തിലേക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ ചോദ്യം ഉന്നയിക്കുകയായിരുന്നു. ശ്രീ അനിൽ ബോസ്, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ അനിൽ ബോസ്, ഇന്നിപ്പോൾ നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത തരത്തിലേക്ക് അദ്ദേഹം സംസാരിക്കുന്നത് കാണുകയാണ്. അദ്ദേഹം സമവായത്തെക്കുറിച്ച് ഊന്നി പറയുന്നു, സഖ്യത്തെക്കുറിച്ച് പറയുന്നു, ഉലയാത്ത മുന്നണിയെക്കുറിച്ച് പറയുന്നു. ഇത് നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്നൊരു മാറ്റത്തിന്റെ സൂചനയായി ഇതിനെ കാണണമോ? അത് ഒരു മാറ്റത്തിൻ്റെ കാര്യമായി ഞാൻ കാണുന്നില്ല, നിവർത്തികേട് കൊണ്ടാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല, ഗതിയില്ലായ്മ കൊണ്ടാണ്. കാരണം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ, പ്രീണനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ്സിലെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന കസേരയിലിരുന്നു കൊണ്ട് മുസ്ലിം സാമാന്യ സമൂഹത്തിനെതിരെ കോൺഗ്രസ് പ്രീണനം നടത്തുന്നു എന്നുള്ള നിലയിലാണെങ്കിൽ പോലും ഇനി ഒരു പ്രസ്താവന നടത്താനുള്ള ആർജവം ചന്ദ്രബാബു നായിഡുവിനെയും വെച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കുണ്ടാകുമോ? അല്ല, അതിൽ എടുത്തു പറയേണ്ടത് ശ്രീ അനിൽ ബോസ്, ചന്ദ്രബാബു നായിഡു മുസ്ലിം സംവരണത്തിന് വേണ്ടി വാദിക്കുന്നയാളാണ് എന്നുള്ളതാണ്. തന്റെ സംസ്ഥാനത്ത് എന്താണ് മുസ്ലിങ്ങൾക്ക് വേണ്ടത്? മുസ്ലിം സംവരണത്തിൽ കൃത്യമായ നിലപാടുള്ളയാണ് ചന്ദ്രബാബു നായിഡു. അപ്പോൾ അത് തന്നെയാണ് ഇതുവരെ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇതെങ്ങനെ പറയാൻ കഴിയുമെന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഈ പ്രീണനം എന്നുള്ളത്, ആ വാക്ക് ഇപ്പോൾ നേരത്തെ പ്രിന്റ് പറയുന്നുണ്ടായിരുന്നത് കോൺഗ്രസ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അങ്ങനെയെങ്കിൽ TDPയുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നൊക്കെയുള്ള ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് ഇനി. അല്ല, ഞാൻ പറഞ്ഞത് അതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പറയാൻ എന്തിൻ്റെ പേരിലായാലും കോൺഗ്രസിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താനോ കോൺഗ്രസിനെതിരെ അറ്റാക്ക് ചെയ്യാനോ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായി ഒരു മതവിഭാഗത്തെ നിർത്തി പറയാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ടാകുമെന്ന ചോദ്യം. ഞാൻ പറയുന്നു ഉണ്ടാവില്ല എന്ന്. കാരണം ഉണ്ടായാൽ അന്ന് ഈ സാധനം ഇല്ല, ഈ സർക്കാരില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഏകപക്ഷീയമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടല്ല ഈ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഏകപക്ഷീയമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടല്ല. ഞങ്ങൾക്ക് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഒന്നാം കക്ഷിയായിട്ട് ഞങ്ങൾ പ്രതിപക്ഷത്ത് ക്രിയാത്മകമായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് വേണമെങ്കിൽ അന്ന് ഗവൺമെൻറ് ഉണ്ടാക്കാനൊക്കെ ഒരുപാട് പിന്തുണകളുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 36 MP-മാരുടെ പിന്തുണ മതി ഗവൺമെൻറ് ഉണ്ടാക്കാൻ. നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, നോർമലായ പരിവർത്തനം നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ കുതിരക്കച്ചവടത്തിനില്ല. ഞങ്ങൾക്ക് ജനങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ, ഞങ്ങൾ പറഞ്ഞ മാനിഫെസ്റ്റോ, ഞങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ, ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ് ഇതിനെതിരായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. വാരണാസിയിലടക്കം വെറും സാധാരണക്കാരനായ അജയ് റായിയോട് ജയിക്കാൻ നിരങ്ങി കയറേണ്ടി വന്നു 1.5 ലക്ഷം വോട്ടിന്. കേരളത്തിൽ തന്നെ പലരും ഉണ്ട് 3 ലക്ഷത്തിനും 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഒക്കെ ജയിച്ച ആളുകൾ. മനസ്സിലായില്ലേ?
അവിടെയാണ് ഈ മാസ്മരികതയുടെ തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കുന്ന സ്വയം ദൈവമായി അവതരിച്ച ആൾക്ക് നിരങ്ങി കയറേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം. ഈ പ്ലാറ്റ്ഫോമിലടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്, യു പിയിലെ സ്ഥിതിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, 40 സീറ്റ് കടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് 116 സീറ്റേ ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നുള്ളൂ. മിനിമം കോൺഗ്രസ് 50-60 സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 50-60 സീറ്റുകൾ ഞങ്ങളുടെ സഖ്യകക്ഷികൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് 28 പാർട്ടികളുടെ മുന്നണിയാണുള്ളത്. ആ മുന്നണിയെ മുന്നണിയായി കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഞങ്ങൾക്ക് മുന്നണിയുണ്ട്. ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ഞങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തിച്ച ഗവൺമെൻറ്റുകളൊക്കെ സക്സസ് ആയി തന്നെ മുന്നോട്ടും പോയിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് തർക്കമില്ല, ആ കാര്യത്തിലൊന്നും ഒരിക്കലും തർക്കമില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യ ഭരിക്കപ്പെടുമ്പോൾ ഒരു മുന്നണി ഇവിടെ ഉണ്ടായിരുന്നു. BJP ഒറ്റയ്ക്കല്ല ഭരിച്ചിരുന്നത്. ആ മുന്നണിയിൽ 38 പാർട്ടികളുണ്ട്. ഇവർ പറയുന്നത് കേട്ടാൽ ഇവർ ഒറ്റയ്ക്ക് അങ്ങ് ശക്തിമാനായി നിന്നതുകൊണ്ടാണ് ഇതെല്ലാം ഭരിച്ചതെന്ന്. അങ്ങനല്ല. വലുതും ചെറുതുമായ 38 പാർട്ടികളുടെ സങ്കേതം തന്നെയാണ് ഇപ്പോഴും NDA. മുൻപും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അബദ്ധവശാലോ ഭാഗ്യവശാലോ ഏകപക്ഷീയമായി 2 തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ 296 ഒരിക്കൽ 303 ഉണ്ടായിരുന്നു. അതിൻ്റെ ഉന്മാദമായിരുന്നു. ആ ഉന്മാദം കൊണ്ടാണ് 1-2 വ്യക്തികൾ തീരുമാനിക്കുന്ന നിലയിലേക്ക് മാറിയത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ളവർക്കും ആ പാർട്ടിക്ക് പിന്തുണ നൽകിയവർക്കും പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഹങ്കാരാവസ്ഥയിലേക്ക് പോയത്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ. അതാണ് ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ എ സജീവൻ, ഇപ്പോൾ ശ്രീ അനിൽ ബോസ് പറഞ്ഞതുപോലെ ഇതിനു മുൻപും NDA മുന്നണി ഒക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ NDA എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി പറഞ്ഞതായി ഓർക്കുന്നില്ല. ഇന്നിപ്പോൾ അദ്ദേഹം NDA കുറിച്ച് പറയുന്നു. ആ NDA എന്നുള്ളതിനൊരു എക്സ്പാൻഷൻ കൊടുക്കുന്നു. പുതിയ ഇന്ത്യ, അതുപോലെ വികസിത ഇന്ത്യ, പ്രത്യാശയുള്ള ഇന്ത്യ എന്നൊക്കെ പറഞ്ഞൊരു പുതിയ ഒരു നറേഷനൊക്കെ അതിന് കൊടുക്കുകയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് നരേന്ദ്രമോദി വഴങ്ങുന്നു എന്നതിൻ്റെ സൂചനയായി കാണുന്നുണ്ടോ താങ്കൾ ഇതിനെ? കോയലീഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയാണ്. സമവായത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതൊക്കെ പറയുകയാണ്. അപ്പോൾ സമവായം എന്നൊക്കെയുള്ള വാക്ക് അദ്ദേഹത്തിന് അറിയാം. ഒരു സംശയമില്ല, അദ്ദേഹം വഴങ്ങുകയാണ്. കാരണം നേരത്തെ അനിൽ ബോസ് പറഞ്ഞ പോലെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അദ്ദേഹം വഴങ്ങുകയാണ് എന്ന് നടിക്കുകയാണ്. അങ്ങനെ വഴങ്ങുകയാണെന്ന് പോലും പറഞ്ഞുകൂടാ, വഴങ്ങുകയാണെന്ന് നടിക്കുകയാണ്. ഈ നരേന്ദ്രമോദി NDAയെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം BJPയെക്കുറിച്ച് പോലും പറഞ്ഞിരുന്നില്ല. അവസാന ഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ഉറപ്പ് എന്നുള്ളതാണ്. ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യയിൽ അങ്ങനെ എൻ്റെ ഉറപ്പ് എന്ന് പറയാറില്ല, എൻ്റെ പാർട്ടിയുടെ ഉറപ്പ് എന്ന് പോലും പറയാറില്ല. മുന്നണി ഉണ്ടെങ്കിൽ മുന്നണിയുടെ ഉറപ്പ് എന്നാണ് പറയുക. ഇനി അതെല്ലാം ഒരു ഏകകക്ഷി ഭരണം, കോൺഗ്രസിന് ആദ്യം ഉണ്ടായിരുന്ന പോലെ ഏകകക്ഷി ഭരണമായിരുന്നു എങ്കിൽ അപ്പോൾ നെഹ്റു മുതലുള്ള ആളുകൾ പറഞ്ഞിരുന്നത് എൻ്റെ പാർട്ടിയുടെ ഉറപ്പ് എന്നുള്ള, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ നയം എന്നുള്ളതാണ്. നരേന്ദ്രമോദി നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ നരേന്ദ്രമോദിയുടെ ഉറപ്പ്, മോദിയുടെ ഉറപ്പ് എന്ന് കേരളത്തിൽ വന്ന് പോലെ എത്ര തവണ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും, പ്രത്യേകിച്ചൊരു മുന്നണി സംവിധാനത്തിൽ ഭരിക്കുന്ന പ്രധാനമന്ത്രിയിൽ നിന്നും BJPക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അക്കാലത്ത് എന്നുള്ള സംശയമില്ല. ആ ഘട്ടത്തിൽ അങ്ങനെ പെരുമാറാൻ പാടില്ലാത്തതാണ്. നരേന്ദ്രമോദി എന്തുകൊണ്ട് അത് പറഞ്ഞു വെച്ചാൽ കേവല ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾക്കാണ്, BJP വിചാരിച്ചാൽ ഇവിടെ എന്തും സാധിക്കുമെന്ന രീതിയിൽ വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അദ്ദേഹം 2014 പ്രധാനമന്ത്രിയായിട്ട് ചുമതലയെടുക്കുന്ന തൊട്ട് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത്, എൻ്റെ സർക്കാരിൻ്റെ മതം, എൻ്റെ സർക്കാരിൻ്റെ മതം എന്ന് പറയുന്നത് അത് ഹിന്ദുത്വമാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടനയാണെന്നാണ്. സത്യത്തിൽ വളരെ കൗതുകരമായിട്ട്, വളരെ ആവേശമുണ്ടാക്കുന്ന, ആഹ്ലാദമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എൻ്റെ സർക്കാരിൻ്റെ മതം ഇന്ത്യൻ ഭരണഘടനയായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞുള്ളത്, ഈ രാജ്യത്ത് എല്ലാവർക്കും, ഈ രാജ്യത്തെ പൗരന്മാർക്കെല്ലാവർക്കും തുല്യ അവകാശമായിരിക്കും, ഒരാൾക്കും വിവേചനം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, അയൽക്കാരോട്, അയൽ രാജ്യങ്ങളോട് സൗഹൃദത്തോടു കൂടിയിട്ട് അവരെ സഹോദരന്മാരായിട്ട് കണക്കാക്കിയിട്ട് എൻ്റെ ഭരണം മുന്നോട്ടേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു. ഭരണം ഏറ്റെടുക്കുന്നതിന് തൊട്ട് തലേന്നാണ് അദ്ദേഹം ഇക്കാര്യം മൂന്നും പറഞ്ഞത്. അത് പറഞ്ഞ നരേന്ദ്രമോദി പിന്നീട് ഓരോ ഘട്ടങ്ങളിലും എത്രമാത്രം മാറിപ്പോയി എന്നുള്ള കാര്യം നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു, അവിടേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്, വിളിക്കാതെ പോലും പോയിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ പിന്നീട് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാൻ ബദ്ധശത്രുവാണെന്ന് നാളെ തന്നെ ഭസ്മമാക്കുമെന്ന രീതിയിൽ
അദ്ദേഹം അങ്ങനെ ഒരു വലിയ പ്രതീക്ഷ ജനങ്ങൾ, അങ്ങനെ ഒരു വലിയ ചിന്ത ജനങ്ങളിലുണ്ടാക്കി. ഇതാ നരേന്ദ്രമോദി വന്നിരിക്കുന്നു, ഇനി അടുത്ത ദിവസം മുതൽ ഇസ്രായേലിലെ ഗാസ തകർക്കുന്ന പോലെ, ഇസ്രായേൽ പലസ്തീനെ തകർക്കുന്ന പോലെ കംപ്ലീറ്റ് പാകിസ്ഥാനെ തകർക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും നടന്നില്ലല്ലോ. 10 വർഷക്കാലത്ത് അത് നടന്നില്ല. അമിത്ഷായുടെ 2 or 3 തവണയിൽ അമിത്ഷായുടെ പ്രഖ്യാപനം പാക് ഒക്യുപ്പൈഡ് കാശ്മീർ അത് അങ്ങനെ ഉണ്ടാവില്ല, ഞങ്ങൾ അടുത്ത് ഇത് പിടിച്ചടക്കുന്നുള്ളതായിരുന്നു, നടന്നില്ല. ഇപ്പോൾ രാജ്നാഥ് സിംഗ് ഒക്കെ പറയുന്നത് ചൈന ഒന്നും കയ്യേറിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ചൈന മാത്രം ഭാഗങ്ങൾ കയ്യേറിയിട്ടുണ്ടെന്ന്. നേരത്തെ തന്നെ കയ്യേറിയിട്ടുള്ള അക്സായ് ചിഹ്നുണ്ട്, ഏതാണ്ട് കശ്മീരിനോളം നിൽക്കുന്ന അക്സായ് ചിഹ്ൻ, അതും പിടിച്ചെടുക്കാൻ. അപ്പോൾ ആ ഓരോ ഘട്ടത്തിൽ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാട് മാറുകയാണ്. ഇപ്പോൾ അവസാന കാലത്ത് അദ്ദേഹം സ്വന്തം പാർട്ടിയെ പോലും മറന്നുവിട്ട് ആണ് അദ്ദേഹം പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ഉറപ്പ്. കാരണം ഞാൻ ദൈവത്തിൻ്റെ കൃത്യമായിട്ട് വരദാനവുമായിട്ട് ഞാൻ ജനിച്ചതല്ല, എന്നെ ഇങ്ങോട്ടൊക്കെ അയച്ചതാണെന്ന് പറഞ്ഞില്ലേ. പക്ഷേ അതിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം 32 സീറ്റിൻ്റെ പിൻബലം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ BJPക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ NDA ഓർക്കുന്നു, മറ്റുള്ള നേതാക്കന്മാർ, പാർട്ടിയുടെ ഘടകകക്ഷി നേതാക്കന്മാരെ ഓർക്കുന്നു, അവർ പറയുന്നത് കേൾക്കുന്നു. അപ്പോൾ സമവായം എന്ന് പറയുന്നത് ഒരു നിവൃത്തികേടിൻ്റെ സമവായം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രിൻറ്റോ, ഇപ്പോൾ ഇന്ന് ഈ മുന്നണിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, സമവായത്തെക്കുറിച്ച് പറയുന്നു. ഉലയാത്ത മുന്നണി എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഈ മുന്നണി ഉലയാതിരിക്കുക എന്നുള്ളത് എത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ളത് ഇപ്പോൾ ഈ കൂടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികളുടെ നിലപാടും BJPയുടെ നിലപാടും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ അഭിപ്രായ ഭിന്നതകൾ നിരവധിയുണ്ട്, വിപരീതമായ ദിശയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് തരത്തിലേക്കാകും? ഇത് ഉലയാത്ത മുന്നണിയായി ഇത് നിലനിർത്തുക എന്നുണ്ടെങ്കിൽ ചെറിയ പാടൊന്നും പെട്ടാൽ പോരാ BJPക്ക്. അല്ല, ഉലയാത്ത മുന്നണിയായിട്ട് തന്നെ NDA സഖ്യം 5 വർഷം പൂർത്തീകരിക്കും. 5 വർഷവും അതിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോ നേരത്തെ ഈ അനിൽ ബോസും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സജീവനൊക്കെ പറഞ്ഞതുപോലെ ഈ സർക്കാരിന്റെ പോളിസിയും അല്ലെങ്കിൽ ഒരു പ്രസംഗം, നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെ പ്രസംഗത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ പറയരുത്. NDA സംബന്ധിച്ച് കൃത്യമായിട്ടൊരു പോളിസി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിനാണ് 400 സീറ്റ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ NDA കുറിച്ച് പറഞ്ഞില്ല എന്നങ്ങനെ പറയാം? നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് NDA 400 സീറ്റ് നേടുമെന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ട് 242 സീറ്റ് ഞങ്ങൾ നേടിയിട്ടുണ്ട്. നോക്കണം, ഈ മുക്കൂട്ട് മുന്നണികളെ മുരട് മൂർഖൻ പാമ്പുകൾ ഒരുമിച്ച് നിന്നിട്ട് ഈ BJPയുടെ 240 താഴെ സീറ്റാണുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തിലെ 26ഓളം ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികൾ, വിവിധ സംഘടനകൾ, ആഗോളതലത്തിലുള്ള മുഴുവൻ ഓർഗനൈസേഷനുകൾ BJPക്കെതിരെ നിന്നിട്ട് പോലും 240 ഫിക്സഡ് സീറ്റ് ഞങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ BJP സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് 303 സീറ്റാണ് മുന്നണി സംവിധാനത്തിലുള്ളത്. ഇപ്പൊ സ്വതന്ത്രരടക്കം 305 സീറ്റിലേക്ക് BJP NDA സഖ്യം മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പുതിയ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി പുതിയ ഘടകകക്ഷികൾ വരും. അപ്പൊ ഞങ്ങളുമായിട്ട് സഹകരിക്കാവുന്ന ആളുകളെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ച് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാകാൻ ഞങ്ങൾ നടത്തും. 400 കടക്കുമെന്ന് കേരളത്തിൽ ഉൾപ്പെടെ വന്ന് മോദി പറഞ്ഞിട്ട് പോയതാണ്. അതാണ് ഈ പറയും താങ്കൾ ഇപ്പൊ പറഞ്ഞ 305 മാറിയത്. കേരളത്തിൽ അത് കേരളത്തിൽ ഞങ്ങൾ അത് പറഞ്ഞതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടായില്ലേ? കേരളത്തിൽ ഞങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നില്ലേ? കേരളത്തിൽ 2 അക്കം തികയ്ക്കുമെന്നാണല്ലോ അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞത്. പ്രിന്റു, നിങ്ങളിപ്പോ ഞാൻ ചോദിക്കട്ടെ, 2 അക്കം തികയ്ക്കുമെന്ന് കേരളത്തിൽ പറഞ്ഞിട്ട് പോയി. NDAയുടെ കാര്യമാണ് അദ്ദേഹം 400 എന്ന് പറഞ്ഞത്. അല്ല, വാദത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡബിൾ അക്കം അതൊരു നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, ഞങ്ങൾ K. സുരേന്ദ്രനായിക്കോട്ടെ, ഞങ്ങൾ ഭരണം പിടിക്കും, അങ്ങനെയാണല്ലോ. 2 അക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പുച്ഛിച്ച് തള്ളി? കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പല ചർച്ചകളിൽ നിങ്ങളടക്കം പുച്ഛിച്ച് തള്ളിയില്ലേ? ഞങ്ങൾ കേരളത്തിൽ അക്കൗണ്ട്, വലിയ ഭൂരിപക്ഷത്തിൽ അക്കൗണ്ട് തുറന്നു. ഇപ്പൊ ആറ്റിങ്ങലായിക്കോട്ടെ, നമ്മുടെ ആലപ്പുഴയായിക്കോട്ടെ, തിരുവനന്തപുരത്തായിക്കോട്ടെ, കേരളത്തിലെ ഭാവി കേരളത്തിന്റെ വിധി നിർണ്ണയിക്കാവുന്ന ഇലക്ഷൻ ആയിരുന്നു. 38 ലക്ഷമാണ് ഒരു പ്രസ്ഥാനത്തിന് വോട്ട് കിട്ടുന്നത്. അതോടെ 20ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് BJP വരുന്ന രീതിയിലേക്ക് ഞങ്ങൾ മാറുന്നു. ഇത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കിട്ടിയ ഉറപ്പ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ BJP എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രത്തിന് കിട്ടിയ വോട്ടാണ്, അതിനപ്പുറത്തേക്ക് യാതൊന്നും നിങ്ങൾ കരുതണ്ട. അതുകൊണ്ട് മുന്നണി സംവിധാനം വിപുലീകരിക്കും. കേരളത്തിൽ നടക്കം, പ്രത്യേകിച്ച് ഇനിയിപ്പോ ഒരു പക്ഷേ മോദിയുടെ ഗ്യാരണ്ടിക്ക് കിട്ടിയ ഉറപ്പാണെങ്കിൽ അത് ഏറ്റവും പ്രധാനമായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ എന്ത് സംഭവിച്ചു, ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ എന്ത് സംഭവിച്ചു, ഇനി വാരാണസിയിലെ ഭൂരിപക്ഷം കുറഞ്ഞു പോയത് മോദിയുടെ ഗ്യാരണ്ടിയിൽ ഇത്രയധികം പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയ്ക്ക് പതനം നേരിടേണ്ടി വരില്ലല്ലോ ശ്രീ പ്രിന്റു.
അല്ല, അങ്ങനെയല്ലല്ലോ. ഉത്തർപ്രദേശിന് ഒരു രാഷ്ട്രീയ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം. കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്കുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കൃത്യമായ ഒരു വോട്ട് ബാങ്കുള്ള പ്രസ്ഥാനമാണ് സമാജ് പാർട്ടി. നിരവധിയാണ്. BJP കൂടുതൽ ഭരിച്ചിട്ടുള്ള സമാജ് പാർട്ടിയാണ്. ആ വോട്ടിംഗ് ഷെയർ ഒരുമിച്ച് വന്ന സമയത്ത് അതിനെ മറികടക്കാനുള്ള ശേഷിയിലേക്ക് BJP വരാൻ സാധിച്ചില്ല. അത് സത്യമാണ്. എങ്കിൽ പോലും 33 സീറ്റ് ഞങ്ങൾ അവിടെ നേടിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പോരാട്ടമാണ്. അതോടൊപ്പം നിങ്ങൾ ഒറീസയിലേക്ക് നോക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറും ഒരുപോലെ വിജയിച്ച ഒരേ പോലത്തെ പ്രസ്ഥാനം BJP ആണ്. നിങ്ങൾ ഒറീസ പോലത്തെ ഒരു കാലഘട്ടത്തിൽ ഒറീസയിൽ BJP നില എന്തായിരുന്നു? ഇന്ന് ഒറീസ എന്ന് ഒരു ഭരണം പിടിച്ചു. അവിടെ ഏറ്റവും കൂടുതൽ MP മാരായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. അത് ബംഗാൾ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ സൗത്ത് ഇന്ത്യ, ഇപ്പൊ ഞാൻ ഈ അനിൽ ബോസുമായിട്ട് വലിയൊരു തർക്കം നടന്ന ഒരു ചർച്ചയില്ല. അതെന്ന് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൗത്ത് ഇന്ത്യയിൽ റിസൾട്ട് വരുന്ന സമയത്ത് ഏറ്റവും പ്രബലമായിട്ടുള്ള മുന്നണി BJP ആയിരിക്കും. നിങ്ങൾ നോക്കൂ, ഇന്ന് സൗത്ത് ഇന്ത്യയിൽ കർണാടക, ഈ അനിൽ ബോസ് വലിയ വ്യാഖ്യാനമൊക്കെ നടത്തിയിരുന്നു. BJP അവിടെ 10-ൽ തോടെ സീറ്റ് കിട്ടില്ല. കർണാടകത്തിൽ നിന്ന് സംഭവിച്ചു, നിങ്ങൾ തെലങ്കാനയിൽ നിന്ന് സംഭവിച്ചു, ആന്ധ്രയിൽ നിന്ന് സംഭവിച്ചു. അപ്പൊ സൗത്ത് ഇന്ത്യ BJP പിടിച്ചടക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. തമിഴ്നാടിനടക്കം 11 സ്ഥലത്ത് BJP 2ാം സ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കോ പ്രത്യയശാസ്ത്രത്തിനോ മോഡിയുടെ ഗ്യാരണ്ടിക്കോ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. UP-ക്കകത്ത് കുറച്ച് സീറ്റുകൾ കുറഞ്ഞതല്ലാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന മുന്നണി സംവിധാനം ഞങ്ങൾക്കുണ്ട്. അതിനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല 5 വർഷം നല്ല രീതിയിൽ മുന്നണി. പിന്നെ ഒരു മുന്നണി സംവിധാനമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ചില നയപരമായ പോളിസി ഉണ്ടാവും. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം യഥാർത്ഥത്തിൽ അതിന്റെ മറുപടിയിലേക്ക് താങ്കൾ വന്നില്ല. അതായത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ UCC ആകട്ടെ, അഗ്നിപഥ് ആകട്ടെ, സംവരണം എന്നൊക്കെയുള്ളത്, ഇതിലൊക്കെ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന കക്ഷികളാണ് ഈ നിൽക്കുന്നത്. പ്രധാനപ്പെട്ട BJP-യുടെ നിലപാടൊന്ന്, JD-യുടെയും TDP-യുടെയും നിലപാട് ഈ വിഷയങ്ങളിലൊക്കെ മറ്റൊന്നാണ്. അപ്പോൾ ഇത് ഏത് തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പ്രിന്റു. അതാണ് ഞാൻ ചോദിച്ചത്. ഈ മുന്നണി ഉലയാതെ നിൽക്കുക എന്നുള്ളത് ചെറിയ പാടൊന്നുമല്ല BJP-ക്ക് പെടേണ്ടി വരുന്നത്. അതിൽ അല്ല, ഞങ്ങൾ കോൺഗ്രസിനെ പോലെ 99 സീറ്റിലല്ല BJP നിൽക്കുന്നത്, 240 സീറ്റിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, കാശ്മീരില് നിങ്ങൾക്കറിയില്ല, കാശ്മീരിൽ PDP പ്രത്യയശാസ്ത്രപരമായി BJP-യുമായിട്ട് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്ത പ്രസ്ഥാനമായിരുന്നു PDP. ആ PDP-യുമായി ബന്ധപ്പെട്ട അലയൻസ് ഉണ്ടാക്കിയിട്ട് കാശ്മീർ ഭരിക്കാനുള്ള നയചാതുര്യം കാണിച്ച പ്രസ്ഥാനമാണ് BJP. 5 വർഷം ഞങ്ങളുടെ സർക്കാരിനെ അവിടെ പൂർത്തീകരിച്ചു. നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ BJP-ക്ക് അപ്രഖ്യാപിതമായിട്ടുള്ള വിലക്കുകൾ ഉണ്ടായിരുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ മുഴുവൻ പ്രാദേശിക സംഘടനകളുമായിട്ട് സഖ്യമുണ്ടാക്കി ഇന്ന് പ്രബലമായ കക്ഷിയായിട്ട് അവിടെ BJP മാറിയിട്ടുണ്ട്. ഇപ്പൊ സൗത്ത് ഇന്ത്യ ആയിക്കോട്ടെ. അപ്പൊ സഖ്യ രൂപീകരണത്തിലും അതിൽ നയപരമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്കുള്ള മെയ്വഴക്കമൊന്നും കോൺഗ്രസിനില്ല. അതിനൊരു സംശയം വേണ്ട. അതുകൊണ്ട് ഈ യൂണിഫോം സിവിൽ കോഡ്, അഗ്നിപഥ്, ഇതൊക്കെ നിങ്ങളുടെ എന്ത് നിലപാടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ? അതുമായി നിങ്ങൾ മുന്നോട്ട് പോകും? ഒരു സംശയം വേണ്ട. ഞങ്ങൾ പ്രത്യയശാസ്ത്രത്തിൽ വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയോ പ്രതിബദ്ധത ഇല്ലാതെ ഒരു തരത്തിൽ ഞങ്ങൾ മുന്നോട്ടില്ല. പ്രത്യയശാസ്ത്രത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഭരണം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രമല്ല, ജനതാ സർക്കാരിലും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നത്തിന് മേലാണ് ജനതാ സർക്കാരിൽ പിൻവാങ്ങിക്കൊണ്ട് BJP പ്രത്യയശാസ്ത്രമല്ലോ ഈ അഗ്നിപഥ് എന്നൊക്കെയുള്ളത്. നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ ഇതിനോടകം നടപ്പാക്കുകയും വലിയ വിമർശനം ഏറ്റുവാങ്ങുകയും അതിന്റെയൊക്കെ കിട്ടിയ തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പിന്നാക്കം പോകേണ്ടി വന്നതെന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ കൂടി വന്നിട്ടുണ്ട്. അഗ്നിപഥിനൊക്കെതിരെയുള്ള വ്യാപക പ്രതിഷേധം താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. അതുപോലെ UCC ആകട്ടെ, ഈ വൺ നേഷൻ എന്നൊക്കെ പറയുന്നത്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത 2 പ്രധാന പാർട്ടികൾ നെടും തൂണായി നിൽക്കുകയാണ്. ഇപ്പോ ഉലച്ചിൽ തട്ടാത്ത മോദി തന്നെ പറയുന്ന NDA-യിൽ. അല്ല, നിലപാടുകൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പുലൊക്കെ ഒന്നുമല്ലല്ലോ. ഇപ്പൊ നമ്മൾ കർഷക ബില്ല്, ഇപ്പൊ ഈ രാജ്യത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ കർഷക ബില്ല് കൊണ്ടുവന്നത്. ആ രാജ്യത്താകമാനം അതിനെതിരെ പ്രതിഷേധം ഉയർന്ന സമയത്ത് ഞങ്ങളത് പിൻവലിച്ചല്ലോ. അപ്പൊ നയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ വിട്ടുവീഴ്ചകൾ ഉണ്ടാകാം. ചില പോളിസികൾക്ക് അനുസരിച്ച് ചില വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞങ്ങൾ കർഷക ബില്ല് പിൻവലിച്ചല്ലോ. ഇവിടെ ഈ രാജ്യത്താകമാനം സത്യത്തിൽ ഈ രാജ്യത്തിലെ കർഷകർക്ക് ഏതെങ്കിലും രീതിയിൽ നേട്ടം ഉണ്ടാക്കണമെന്ന രീതിയിലാണ് കർഷക ബില്ല് കൊണ്ടുവന്നത്. അതിനെ തെറ്റിദ്ധരിച്ച് സമരമുണ്ടായ സമയത്ത് ആ സമയത്ത് കർഷക ബില്ല് പിൻവലിച്ച പ്രസ്ഥാനമാണ് BJP. അപ്പൊ അതുകൊണ്ട് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിനകത്ത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ ടോക്ക് ചർച്ചയ്ക്കകത്ത് നിന്നുകൊണ്ട് നയപരമായ ചാതുര്യത്തോടു കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ BJP കാണുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ അതിനെ ഭയക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ND സർക്കാർ മുൾമുനയിലാണ്, അഗ്നിസ്ഫോടനത്തിലാണ്, ഏത് സമയം JD-യും അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രബാബു നായിഡും പിന്തുണ പിൻവലിക്കുമെന്നൊക്കെ പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിൽ കുറച്ചും കൂടി പക്വത ആർജിച്ചത് ചന്ദ്രബാബു നായിഡുവാണ്, നിതീഷ് കുമാറിനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. പണ്ട് അവർ ആ സമയത്തൊക്കെ നമുക്ക് മമത ലളിത തുടങ്ങിയ സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് അവരുടെ യൗവനാവസ്ഥയായിരുന്നു. ഇന്ന് നിതീഷ് കുമാറിന്റെ ബീകരണപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ചിന്തയില്ല. നരേന്ദ്രമോദിയും ഒക്കെയുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ച് ഇവർ പോകുമ്പോഴും യൗവനാവസ്ഥയൊന്നും ആയിരുന്നില്ലല്ലോ. അല്ല, അത് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നിതീഷ് കുമാർ പിന്നീട് ഞങ്ങൾ കൂടെ വന്നല്ലോ, ചന്ദ്രബാബു നായിഡു വന്നല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ മിനിമവും മാക്സിമവും കണ്ടിട്ടാണ് ഞങ്ങളുടെ ഗെയിം പ്ലാൻ ചെയ്തത്. ഞങ്ങൾ മാക്സിമം 400 പറയുമ്പോൾ തന്നെ മിനിമം എങ്ങനെ ഉണ്ടാക്കാം എന്ന് കൂടി ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണല്ലോ ചന്ദ്രബാബു നായിഡുവിനെയും ഈ നിതീഷ് കുമാറിനെയും സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നത്, പവൻകുമാറിനെ കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളെ പ്രത്യയശാസ്ത്രപരമായിട്ടോ സംഘടനാപരമായിട്ടോ ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയോ NDA എന്ന പ്രസ്ഥാനത്തെ ഇപ്പോഴും നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾ പഠിക്കണം, ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, തിരികെ ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക്. ശ്രീ അനിൽ ബോസ്, താങ്കൾ നേരത്തെ കൈ ഉയർത്തുന്നത് ഞാൻ കണ്ടിരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്ന്, ഈ ചർച്ചകളിൽ അങ്ങനെ ഒരു ഇടപെടലിനൊരു അവസരം ഉണ്ടാകുന്നതല്ല, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാതെ ഇടപെടുക എന്നുള്ളതാണ് അതിനെ ആ കൈ ഉയർത്തി കാണിക്കുന്ന ഉദ്ദേശം. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ചരിത്രത്തിൽ ആദ്യമായി, BJPക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞെങ്കിൽ ഞാൻ തർക്കിക്കത്തില്ല, അവർ മുന്നണിയാണല്ലോ ഇപ്പോൾ. എന്തായാലും BJPയുടെ മുന്നണി ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല കേരളത്തിൽ ജയിക്കുന്നത്. കേരളത്തിൽ ഇതിനു മുമ്പും പിന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് MP മാരുണ്ടായിട്ടുണ്ട്. അല്ല, ഈ ഒരു ചിഹ്നത്തിൽ ഇത് ആദ്യമായിട്ടാണ്. LDF-നെയും UDF-നെയും അല്ല, അത് അവർ പറയണം. അല്ല, അവർ അസ്വസ്ഥമാകുന്ന കണ്ടില്ലേ? നമ്മൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലോ, കൈ ഉയർത്തി കാണിച്ചതേ ഉള്ളൂ. അല്ലല്ല, അത് ഔചിത്യമല്ല. ഞാൻ കൈ ഉയർത്തി ആങ്കറോട് അനുവാദം ചോദിക്കുക മാത്രമാണ് ചെയ്തത്. അത് അനുവദിച്ചില്ല, ഞാൻ ഇടപെട്ടില്ല. അപ്പോൾ താങ്കൾ ആ മര്യാദ എന്നോട് കാണിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, BJP നേതൃത്വം നൽകുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് കേന്ദ്രമന്ത്രിയായ ആളാണ് കേരളത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ആളാണ് PC തോമസ്. അപ്പോൾ അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്നത് നിങ്ങൾ മുന്നണിയാണെങ്കിൽ ആ മുന്നണി ജയിച്ചില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഒന്ന്. പിന്നീട് എന്താ സ്ഥിതി? അദ്ദേഹം സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി, ബഹുമുഖ പാർട്ടികളിൽ പോയി അവസാനം തിരിച്ച് മാതൃപ്രസ്ഥാനമായ കേരള കോൺഗ്രസിൽ വന്ന് UDF-ൻ്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടു. പല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു, കണ്ടിട്ടുണ്ടല്ലോ കേരളം. പിന്നെ തിരുവനന്തപുരത്ത് നേമത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് ആളുകൾക്ക്, പിന്നീട് അദ്ദേഹം മന്ത്രിയായി, അദ്ദേഹത്തോടൊരു റെസ്പെക്റ്റ് പബ്ലിക്കിനുണ്ട്. രാഷ്ട്രീയത്തിന് അപ്പുറം നിൽക്കുന്ന ആളാകുമ്പോഴും എനിക്കടക്കമുള്ള ആളുകൾക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള ആളാണ് O രാജഗോപാൽ. അദ്ദേഹം നേമത്ത് ജയിച്ചു. അതൊരു നൈമിഷികമായ വികാരമാണ്, ആളുകൾക്കുണ്ടാകുന്നതാണ് ഒരു സോഫ്റ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ, ആ ഘട്ടം കഴിഞ്ഞപ്പോൾ അതുണ്ടായി. പിന്നത്തെ സ്ഥിതി എന്താ? പിന്നീട് അവിടെ ജയിക്കാൻ കഴിഞ്ഞോ BJPക്ക്? ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇവർ BJP ആണെന്ന് പറഞ്ഞല്ലോ, BJP ആണ് ഇവിടെ ജയിച്ചതെന്ന് സുരേഷ് ഗോപിയെ കൊണ്ടൊന്ന് പറയിക്കാൻ പറ്റുമോ? പറഞ്ഞോ അദ്ദേഹം? NDA ആണ് ഇവിടെ ജയിച്ചതെന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധിക്ക് എന്തിനാണ് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നത്? K കരുണാകരൻ എന്തിനാണ് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നത്? ലൂർദ് മാതാവിനും ഗുരുവായൂരപ്പനും വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. സഖാവ് നയനാർക്ക് എന്തിനാ നന്ദി രേഖപ്പെടുത്തുന്നത്? നമ്മൾ പറയത്തില്ലേ, അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരെയും കണ്ടു തൊഴിൽ എന്നാൽ പിന്നെ ലക്ഷത്തിന് ഇരിക്കട്ടെ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞത് മനസ്സിലായി? അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞാ കൊടുത്ത ഇന്റർവ്യൂ, ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടാ പറയുന്നത്. എന്നെ BJP ജയിപ്പിച്ചു, എന്നെ NDA ജയിപ്പിച്ചു, കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിച്ചു എന്ന് സുരേഷ് ഗോപി പറഞ്ഞില്ല. സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട്, അദ്ദേഹം പറഞ്ഞത് അരാഷ്ട്രീയവാദികളുടെ വോട്ട് കൊണ്ട് ഞാൻ ജയിച്ചു, രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ ജയിച്ചു. അത് പറഞ്ഞതിനർത്ഥം രാഷ്ട്രീയമല്ല എന്റെ വിജയം വ്യക്തിപരമാണെന്നാണ്. കണക്കുകൾക്ക് പരിശോധിക്കുമ്പോൾ ആരുടെ വോട്ടിലാണ് കുറവുണ്ടായിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം, അതിനൊക്കെ താങ്കൾ തന്നെ മറുപടി പറയേണ്ടി വരും. ശ്രീ അനിൽ ബോസ്, 4 ലക്ഷത്തിലധികം ആളുകൾ താമര ചിഹ്നത്തിലാണ്, ഞാൻ പറഞ്ഞല്ലോ, താമര ചിഹ്നത്തിലാണ് അദ്ദേഹം പറയട്ടെ. അല്ല, അദ്ദേഹം പറയട്ടെ, ഞാൻ പ്രിന്റുവിലേക്ക് വരാം. അനിൽ ബോസ്, ഇപ്പൊ ഈ താങ്കൾ അരാഷ്ട്രീയവാദികൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഈ തൃശ്ശൂരിലെ വോട്ട് കണക്കൊക്കെ പരിശോധിക്കുമ്പോൾ ആരുടെ വോട്ടിലാണ് കുറവുണ്ടായിട്ടുള്ളത്, ആരുടെ വോട്ടാണ് സുരേഷ് ഗോപിക്ക് കൃത്യമായി പോയിട്ടുള്ളത് എന്നതിലൊക്കെ ഒരു ഉത്തരം താങ്കൾ തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും അത് പാർട്ടി പരിശോധിക്കും. UDF-ന്റെ ഭാഗത്തുനിന്ന് കുറവുണ്ടോ, കോൺഗ്രസിന്റെ കുറവുണ്ടോ, അത് ഞങ്ങൾ പരിശോധിക്കും. അതിനെന്താ തർക്കം? പരിശോധിച്ച് പൊതുസമൂഹത്തോട് ഞങ്ങൾ നിലപാട് പറയും. ഞങ്ങളുടെ പാളിച്ചകളുണ്ടെങ്കിൽ പറയും. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ LDF-ന്റെ കാര്യം പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞെന്താ, LDF ആകട്ടെ UDF ആകട്ടെ, അതിൽപ്പെട്ട ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. O രാജഗോപാൽ വോട്ട് ചെയ്തല്ലോ നേമത്ത്, PC തോമസ് വോട്ട് ചെയ്തല്ലോ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വോട്ട് ചെയ്തില്ലേ? അതൊക്കെ ഒരു പ്രതിഭാസമാണ്, ഒരു സന്ദർഭത്തിലുണ്ടാകും. ഞാൻ പറയുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് ശ്രീ അനിൽ ബോസ്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്ത വിഷയമാണ് ഈ BJPക്ക് ഇക്കുറി അവർക്ക് വോട്ട് ശതമാനത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. അല്ലല്ല, ഞാൻ ഇതുകൂടി പറയാം, താങ്കൾ പറഞ്ഞതിന്റെ തുടർച്ചയായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇപ്പോൾ ഈ V മുരളീധരനെ പോലെയുള്ളവർ, ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവരുടെയൊക്കെ വോട്ട്, എത്ര വോട്ടാണ് അവർ പിടിച്ചിട്ടുള്ളതെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, അതുപോലെ മറ്റ് പല ഇടങ്ങളിലും നമ്മൾ പരിശോധിച്ചാൽ വ്യാപകമായ തോതിൽ അവർ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, വോട്ട് വിഹിതം എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. അപ്പോൾ അവിടെയാണ് പ്രിന്റ് പറഞ്ഞത്, ഈ പറയുന്ന അദ്ദേഹം കേരളത്തിൽ മോദി വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ കേരളത്തിൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് ഒരു പരിധിവരെ
ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. അനിൽ ബോസ്, അനുജ സമയം തരുവാണെങ്കിൽ ഞാൻ കണക്ക് പറയൂ അവതരിപ്പിക്കാം. പറയൂ. സമയം തന്നാൽ മതി. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ കണക്ക് അവതരിപ്പിക്കാം. ഞങ്ങൾക്ക് വോട്ട് വിഹിതം കുറഞ്ഞെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങൾ പറഞ്ഞല്ലോ തൃശ്ശൂർ ഞങ്ങളുടെ വോട്ട്. അല്ലല്ല, ഒരു സെക്കൻഡ്, അത് ശരിയല്ല, അത് ശരിയായ നടപടിയല്ല. ഞാൻ സംസാരിക്കാൻ മുഴുവൻ കയറി ഇൻ്റർഫിയർ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ കേട്ടിരിക്കുകയല്ലേ നിങ്ങളെല്ലാവരും പറയുമ്പോൾ. ഇവിടെ തൃശ്ശൂരിൽ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പരിശോധിക്കുമെന്ന് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രതിനിധി എന്നുള്ളതിലേ ഞാൻ പറഞ്ഞു. പക്ഷേ UDF LDF വോട്ട് മാറിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ചർച്ച പറഞ്ഞു മാറിയിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല, രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു തലം. ഇത് പറയേണ്ടതാരാ? ഞാനാണോ പറയേണ്ടത്? മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി പറയുകയാണ് അരാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവും. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, കോടീശ്വരൻ പോലുള്ള പ്രോഗ്രാം അവതരിപ്പിച്ച ആളാണ്, അത്യാവശ്യം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. ഞങ്ങൾക്ക് വ്യക്തിപരമായ ശത്രുതയില്ലെന്നേ. നിങ്ങൾ സുരേഷ് ഗോപിയെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ മുഴുവൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്തും വന്ന് കോൺഗ്രസ് നേതൃയോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടുള്ളൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ കൊല്ലത്ത് മത്സരിക്കാനിരുന്ന ആളാണ് സുരേഷ് ഗോപി. അതിനുമുമ്പ് കോളേജിൽ SFIയുടെ നേതാവായിരുന്ന ആളാണ്. അതിനുശേഷം നയനാരുമായി ഏറ്റവും നല്ല സൗഹൃദം ഉണ്ടാവുകയും അദ്ദേഹം CPM സ്ഥാനാർത്ഥിയാകും എന്ന് കേരളം ചർച്ച ചെയ്തിട്ടുള്ള അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ അനിൽ ബോസ്? ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾക്കറിയാമല്ലോ അദ്ദേഹം ഏത് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഒരു സെക്കൻഡ്, എനിക്കിനി സമയം വേണ്ട. അല്ല, ഈ പറഞ്ഞതിന് ഇടയ്ക്ക് നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയണ്ടേ? അല്ലാതെ ഒരു വെറും ഇടപെടലല്ല. ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് പരിപാടി പങ്കെടുത്തിട്ടുള്ള ആളാ. അല്ലല്ല, തെറ്റല്ല. അനുജയ്ക്ക് അറിയാവുന്ന അഭിപ്രായം പറയാവുള്ളൂ. ഞാൻ ഉത്തരവാദിത്വപൂർവ്വം പറയുന്നു, കേരളത്തിലെ മുഴുവൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനങ്ങളിലും കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുത്ത ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ശ്രീ K കരുണാകരന്റെ ആശീർവാദത്തോടുകൂടി പാർട്ടിയിൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. അതല്ല ഞാൻ ചോദിച്ച അനിൽ ബോസ്, അത് പഴയ കാര്യമാണെന്ന്. അത് എത്ര കാലം മുൻപുള്ള കാര്യമാണ് താങ്കൾ പറയുന്നത്? അനിൽ ബോസ്, താങ്കൾ ദയവേന്ന് കേൾക്കൂ. അല്ലാതെ അദ്ദേഹം പഴയ കാര്യം നമ്മളിപ്പോ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഏത് പ്രസ്ഥാനത്തോടൊപ്പം നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? അദ്ദേഹം MP ആയിരുന്നല്ലോ. അതൊക്കെ K കരുണാകരന്റെ ആശീർവാദത്തോടെയാണോ? അതിന് ഞാൻ എതിര് പറഞ്ഞില്ലല്ലോ അനുജ. ഞാൻ അതിന് ദുർവ്യാഖ്യാനം ചെയ്തില്ല. അദ്ദേഹം ഇടതിൻ്റെയും വലതിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയും ഭാഗമായിരുന്ന ആളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം BJP അവർക്ക് അത് ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ആ ഓപ്പർച്യൂണിറ്റി കിട്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു. വ്യക്തിപരമായി അദ്ദേഹത്തോട് ഒരു വിരോധവുമില്ല. അദ്ദേഹം ആ പ്രവൃത്തി ചെയ്യുന്നതിൽ നന്മയുണ്ട് എന്ന് തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ കൊള്ളാം എന്ന് തോന്നുന്നത് കൊണ്ട് രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ജയിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നില്ല ഞാൻ BJP ആയിട്ടാണ് ജയിച്ചതെന്ന്. അദ്ദേഹം പറയുന്നില്ല ഞാൻ ND ആയിട്ടാണ് ജയിച്ചതെന്ന്. അദ്ദേഹത്തിനോട് വ്യക്തിപരമായ സ്നേഹമുള്ള ആളുകൾ, അരാഷ്ട്രീയവാദികൾ അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്തു. അദ്ദേഹം നന്ദി പറയുമ്പോഴും ഇന്ദിരാഗാന്ധിക്കും കരുണാകരനും നയനാർക്കും നന്ദി പറയുന്നു. മനസ്സിലായില്ലേ? കാരണം അദ്ദേഹം സ്നേഹിച്ചിട്ടുള്ള നേതാക്കളുടെ പേര് അദ്ദേഹം പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഞാനതിനെ പോസിറ്റീവായിട്ടാണെന്നേ കാണുന്നത്. ഞാൻ പറഞ്ഞത് ഇവർ പറയുന്നത് പോലെ BJP എന്തോ അട്ടിമറിച്ചു എന്ന് വേണ്ട. BJPയുടെ ബേസ് വോട്ടോ BJPയുടെ മുന്നണി വോട്ടോ ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം ജയിച്ചത് അരാഷ്ട്രീയവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് പറയുമ്പോഴും അദ്ദേഹം നന്ദി പറയുമ്പോൾ ഇന്ദിരാഗാന്ധി അടക്കമുള്ളവരെ ഓർക്കുമ്പോൾ അദ്ദേഹം വന്ന വഴി മറന്നിട്ടില്ലാന്നേ. എനിക്ക് അതിന് തർക്കമില്ലാന്ന്. പക്ഷെ ഇതുകൊണ്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ BJP ജയിച്ചതും BJP മുന്നണി ജയിച്ചതെന്നൊക്കെ BJPയുടെ പ്രതിനിധി വന്ന് പറയുമ്പോൾ അദ്ദേഹം അറിയണം ഈ മുന്നണി ഇതിനു മുമ്പ് ഇവിടെ ജയിച്ചിട്ടുണ്ട്. അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിട്ടേ കാണുന്നുള്ളൂ. ഞങ്ങളുടെ മുന്നണിക്ക് പാളിച്ചുണ്ടെങ്കിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് പരിശോധിക്കും. മനസ്സിലായില്ലേ? ശരി, തിരികെ ചർച്ചയിലേക്ക്. ശ്രീ A സജീവൻ, ഇപ്പോൾ ഞാൻ നേരത്തെ പ്രിന്റുവിനോട് ചോദിച്ച ചോദ്യം, അതായത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ നയവ്യതിയാനത്തിലേക്ക് BJPക്ക് എത്തേണ്ടി വരുമോ എന്നുള്ളതാണ്. കാരണം ഇതിനു മുൻപ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് ചർച്ചയായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ടല്ലോ. അതിൽ ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ അതൃപ്തിക്ക് BJP പാത്രമായ ഈ അഗ്നിപഥ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതുമെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പുനർവിചിന്തനം നടപ്പാക്കി കഴിഞ്ഞതിൽ പുനർവിചിന്തനം, അതുകൂടാതെ ഇനി നടപ്പാക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. UCC ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളെല്ലാം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, അതൊക്കെ ആശങ്കയുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു കൂട്ടർ വിട്ടുവീഴ്ച ചെയ്യാതെ ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ഇവിടെ വിട്ടുവീഴ്ച എന്നുള്ളത് ആരുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടി വരുമെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം അതിൻ്റെ സൂചന ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സമവായത്തിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. നരേന്ദ്രമോദിയുടെ ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ചിലപ്പോഴൊക്കെ സമവായത്തിൻ്റെ രീതിയിലേക്ക് പോയിട്ടുണ്ട്, വലിയ കടുംപിടുത്തത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത്
അത് കടുംപിടുത്തം തന്നെയായിരുന്നു. ഒരുപക്ഷെ പാർട്ടിയെപ്പോലും ധിക്കരിച്ചുകൊണ്ട്, പാർട്ടിയെപ്പോലും അവഗണിച്ചുകൊണ്ട് ഞാൻ എന്ന രീതിയിലേക്ക് അദ്ദേഹം വന്നു. അപ്പോൾ അന്ന് സമവായമില്ല. അവിടെ ഏകാധിപത്യത്തിൻ്റെ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. ഇന്നത് നടപ്പാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഒരു കാരണവശാലും അദ്ദേഹം അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഒരു ഭരണത്തിൻ്റെ സംവിധാനത്തിൽ ഭരണകക്ഷി മാത്രമല്ല പ്രതിപക്ഷവുമുണ്ട്. അവരുടെ വാക്കുകൾ കൂടി കേൾക്കേണ്ടതാണ് എന്ന ഒരു തരത്തിലുള്ള ദാക്ഷിണ്യമല്ല അവർക്ക് കൊടുക്കേണ്ട അവകാശം കൊടുത്തിട്ടില്ല. ഒരിക്കൽ പോലും പ്രതിപക്ഷം എന്തെങ്കിലും കാര്യങ്ങൾ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന രീതിയിലേക്കാണ്. അത്രയും കടുത്ത രൂപത്തിൽ ഏകാധിപത്യത്തിൻ്റെ സംവിധാനത്തിലേക്ക് നരേന്ദ്രമോദി പോയിരുന്നു. ആ നരേന്ദ്രമോദിയാണ് ഇതാ ഞാൻ പലതിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നും ആ വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം സമവായത്തിലൂടെ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടി വരും. കാരണം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇപ്പോഴുള്ള അദ്ദേഹത്തിനൊപ്പം നേരത്തെ പ്രിൻ്റോട് പറഞ്ഞില്ലേ ഈ വളരെ കെട്ടുറപ്പുള്ള മുന്നണിയാണെന്ന്. കെട്ടുറപ്പുള്ള മുന്നണിയുടെ ഭാഗമായിട്ട് ഈ JDU വന്നത്, നിതീഷ് കുമാർ വന്ന അടുത്ത കാലത്താണ്. കടുത്ത മോദി വിരുദ്ധനായിരുന്നു നിതീഷ് കുമാർ. അത് അദ്ദേഹത്തെ പിന്നീട് ഒരു ഘട്ടത്തിൽ അത്യാവശ്യമാണെന്ന് തോന്നിയപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് നിതീഷ് കുമാറിനെ ചെന്ന് കണ്ടിട്ടാണ് അദ്ദേഹം നരേന്ദ്രമോദി അദ്ദേഹത്തെ BJPയുടെ ഭാഗമായി അല്ലെങ്കിൽ NDAയുടെ ഭാഗമാക്കി മാറ്റുന്നത്. വീണ്ടും നിതീഷ് കുമാർ മാറി. നിതീഷ് കുമാർ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ സഖ്യം വിട്ടുപോയത്? അവിടെ നിതീഷ് കുമാർ പറഞ്ഞ കാര്യം, അദ്ദേഹം വിട്ടുപോകുന്നതിന് കുറച്ച് മുമ്പേ അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ഒരു മുന്നണി ഉണ്ടാക്കി ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതിന് പകരം കോൺഗ്രസ്സുകാർ അതിന് തയ്യാറാവുന്നില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രമാണ്, രാഹുൽ ഗാന്ധിക്ക് അവരുടെ കാര്യം മാത്രമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് അറിയാം ഇത് ശരിയായിട്ട് പോകുന്നില്ല എന്ന്. അതുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം നിതീഷ് കുമാർ ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ, മമതാ ബാനർജിയോടൊപ്പം മത്സരിച്ചിട്ട് കൂടിച്ചേർന്നൊരു കോൺഗ്രസും CPM ഒക്കെ നിന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ചോ സമവായത്തെക്കുറിച്ചോ പറയില്ല. ഇവിടെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ സർക്കാരിനെ കുറിച്ചാണ് പറയേണ്ടി വരിക. ഇങ്ങനെയുള്ള ഈ നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള വലിയ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ ശ്രീ A. സജീവൻ. തീർച്ചയായും നിതീഷ് കുമാർ ഇപ്പോൾ തന്നെ ഇടഞ്ഞ് പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കുകയോ ഇല്ലെങ്കിൽ കേട്ടോ, അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ 77-ലെ സർക്കാർ ഈ കോൺഗ്രസ് വിരുദ്ധ സർക്കാർ ഉണ്ടായിരുന്നല്ലോ, ജനതാ സർക്കാർ. അതിൽ ഇതേപോലെയായിരുന്നു, പിടിവാശിക്കാരുണ്ടായിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ തകർച്ചയിലേക്ക് പോയിട്ടുള്ളത്. അപ്പം നിതീഷ് കുമാറിനെ അത്ര എളുപ്പത്തിലൊന്നും അങ്ങനെ നമ്പിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് പക്ഷെ അപ്പോഴും ഈ ഒരുമിച്ച് പിടിച്ചു നിർത്തുക എന്നുള്ളത്, മോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉലയാത്ത മുന്നണിയായി NDA നിർത്തുക എന്നുള്ളത്, അത് BJPയെ സംബന്ധിച്ച് അതൊരു അഭിമാന പ്രശ്നം കൂടിയായി മാറുമ്പോൾ എൻ്റെ ചോദ്യം അത് തന്നെയാണ്. വിട്ടുവീഴ്ച എവിടെ നിന്ന് വരണം, ഏതൊക്കെ വിഷയങ്ങളിൽ വരണം? ഇനി ആദ്യം മുതൽ തിരുത്തേണ്ടുന്നതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വേണ്ടേ തുടങ്ങാൻ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ അഗ്നിപഥ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടി വരും. പലതിലും ഈ ഇപ്പോഴത്തെ BJPയുടെ നയങ്ങളോട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഉറപ്പ് കൊടുത്തുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനോട് യോജിപ്പുള്ള ആളുകളല്ല ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും. സ്വാഭാവികമായിട്ട് അവർ പറയും. ഇപ്പോൾ അവർ മാത്രമല്ല, സ്വതന്ത്രന്മാരെ പോലും ഈ അനുസരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് BJP നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് BJP തന്നെ തയ്യാറാവേണ്ടി വരും, നരേന്ദ്രമോദി തയ്യാറാവേണ്ടി വരും. അതിന് അദ്ദേഹം പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോ ഇതിൽ ഈ സംവരണം, മറ്റൊന്ന് നമുക്കറിയാം, ഈ സംവരണം എന്നുള്ളത്, ജാതി സെൻസസ് എന്നുള്ളത് തന്നെ ആ ആശയം ആരുടേതാണ്? ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെതാണ്. അതാണ് പിന്നീട് ഇന്ത്യ മുന്നണിയുടെ ആശയം എന്ന തരത്തിലേക്ക് അത് നരേന്ദ്രമോദി വലിയ വിമർശനം അഴിച്ചുവിടുന്നു. മുസ്ലിങ്ങൾക്കെതിരായി അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ വിഷയത്തിലെ നിലപാടെന്താണ്? വിരുദ്ധ ധ്രുവങ്ങളിലാണ്. തീർച്ചയായിട്ടും ഈ രണ്ടു പേരും സംവരണത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. കാരണം അതൊക്കെ നടപ്പാക്കാൻ സംവരണം മാത്രമല്ല, ഈ പല CAA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ സംവരണത്തോട് ബന്ധപ്പെട്ട ഒന്നാണല്ലോ അത്. അതായത് മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊക്കെ എളുപ്പത്തിൽ നേരത്തെ തീരുമാനിച്ച പോലെ ആരോടും ചർച്ച ചെയ്യാതെ പെട്ടെന്ന് പാർലമെന്റ് അങ്ങ് പ്രഖ്യാപിക്കുന്നതിൻ്റെ അവസ്ഥയുണ്ടല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ എളുപ്പമാവില്ല. അത് വളരെ കൃത്യമായിട്ടും BJPക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം. വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ, നേരത്തെ പ്രിൻ്റ് കൂടെ പറഞ്ഞ കാര്യം,
BJPയുടെ നയപരിപാടികളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന്. അങ്ങനെ ഉണ്ടാവാതിരുന്നാൽ ഉണ്ടാവുന്ന സംഭവം 77-ലെ ജനതാ സർക്കാരിന് സംഭവിച്ച പോലെ പൊട്ടിപ്പിളരും, അതിലൊരു സംശയമില്ല. തിരികെ ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക്. ശ്രീ പ്രിന്റു, ഇപ്പോൾ ഇന്നത്തെ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഈ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ എല്ലാവരും തുല്യരാണ് എന്ന്. യഥാർത്ഥത്തിൽ ഞെട്ടലോടെയാണ് അങ്ങനെ ഒരു കാര്യം നരേന്ദ്രമോദിയിൽ നിന്ന് അങ്ങനെ ഒന്ന് നമ്മൾ കേൾക്കേണ്ടി വന്നു എന്നുള്ളത്. ഇതിനു മുൻപൊക്കെ എന്താണ് അദ്ദേഹം ഈ പാർലമെന്റിലൊക്കെ അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരുന്നു? ഈ രാഹുൽ ഗാന്ധി അദ്ദേഹം അഡ്രസ്സ് ചെയ്ത രീതി എന്താണ്? രാഹുൽ ഗാന്ധിയുടെ പേര് പോലും അദ്ദേഹം ഉപയോഗിക്കാതെയാണ് അദ്ദേഹത്തിനെതിരെ ഓരോ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ പാർലമെന്റിൽ അദ്ദേഹത്തിന് തോന്നുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു മാനറിസവും ഒക്കെ ഉള്ളത് ഏത് തരത്തിലേക്കാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാതെ വേറെ മാർഗമില്ല. നേരത്തെ അനിൽ ബോസ് ഒക്കെ പറഞ്ഞതുപോലെ, എ സജീവനൊക്കെ പറഞ്ഞതുപോലെ ഗതികേട് കൊണ്ട് എന്ന തരത്തിലേക്ക് തന്നെയാണ് ഇതിന് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നരേന്ദ്രമോദിക്ക് എത്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയ ഏറ്റവും വലിയ പാഠവും. അല്ല, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ നരേന്ദ്രമോദിയെ കണ്ടു തന്നെ പഠിക്കണം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഏകാധിപതിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിത്രീകരിക്കാം. നമുക്കറിയാലോ, കേരളത്തിലെ MK പ്രേമചന്ദ്രനോ എന്ന് പറയുന്ന MP-യുമായിട്ട് നരേന്ദ്രമോദിക്കുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം ചായ സൽക്കാരത്തിന് വിളിച്ച സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ മുകിലൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദി എല്ലാ ആളുകളെയും, അതായത് ഇപ്പൊ RSPയെ പോലെയുള്ള ചെറു ഘടകകക്ഷി ആയിക്കോട്ടെ, ഇപ്പൊ ആന്ധ്രാപ്രദേശിലെ ഒരു ചെറിയ കക്ഷിയുടെ ആയിക്കോട്ടെ, MP-മാർ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അത് നമ്മൾ അറിഞ്ഞല്ലോ. നമ്മൾ 7ഓളം ഏറ്റവും ചെറു കക്ഷികളുടെ MP-മാരുമായിട്ട് നരേന്ദ്രമോദി നടത്തിയ ഒരു ചായ സൽക്കാരത്തെ പോലും നിങ്ങൾ ഏത് രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ആളുകളുമായി നല്ല ബന്ധമുണ്ടാക്കുന്ന ഒരാളാണ്. ഇനി മമതാ ബാനർജിയുമായിട്ട് ദീദി ബന്ധമാണ് മമതാ ബാനർജി ആയിട്ടുള്ള ചായ സൽക്കാരം എന്നുള്ളതല്ലാതെ താങ്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രിന്റു. ഈ പാർലമെന്റിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഏത് തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന വാക്കുകൾ, അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ തവണ ചെയ്തുകൊണ്ടിരുന്നത്? ഒറ്റയടിക്ക് മുഴുവൻ MP-മാരെ സസ്പെൻഡ് ചെയ്ത് കളയുകയാണ്. അതുപോലെ തീരുമാനമെടുക്കുന്നു, ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് ഇന്ന ബില്ല് ഇത് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണെന്ന് പറയുന്നു. ഒരു തരത്തിൽ ഒരു കൺസെൻസസ് എന്നുള്ളത് ഉണ്ടായിരുന്നു? പ്രതിപക്ഷം അവിടെ ഉണ്ടോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു? പറഞ്ഞ കാര്യങ്ങൾ മാഡം, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി നടപ്പിലാക്കി. അത് ഞങ്ങൾക്ക് പ്രതിജ്ഞാബദ്ധതയുണ്ട്. അതിന് ഞങ്ങൾക്ക് ആരുടെയെങ്കിലും കൺസൾട്ടൻസി ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ജനങ്ങൾ തന്നത് അത് പൗരത്വ ബില്ലായിക്കോട്ടെ, CA ആയിക്കോട്ടെ, കാശ്മീർ ആയിക്കോട്ടെ, അയോധ്യ ക്ഷേത്രമായിക്കോട്ടെ, ജനങ്ങൾ ഭൂരിപക്ഷം തന്നത് അത് നിറവേറ്റാനാണ്. അത് ചെയ്യുന്ന സമയത്ത് പ്രതിപക്ഷത്തിനോട് സംസാരിച്ചതാ ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് ഒരു മുന്നണി സംവിധാനത്തെ കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ട്. അതോടൊപ്പം BJP എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിന് അതോടൊപ്പമുള്ള ശേഷിയുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണത്, ഈ പ്രത്യയശാസ്ത്രപരമായിട്ട് ഈ നിതീഷും ഈ ചന്ദ്രബാബു നായിഡു ഇല്ലെങ്കിൽ BJP ഭരിക്കില്ല എന്ന് നിങ്ങൾ അങ്ങനെ ഒന്നും കരുതേണ്ട. നിങ്ങൾ ഇപ്പോഴും ഞങ്ങളിൽ നിന്ന് മാറിപ്പോയി ഹിന്ദുത്വ ശക്തികളായ ശിവസേനയ്ക്ക് അപ്പുറത്ത് 10 സീറ്റുണ്ട്. നിങ്ങൾ അതുകൂടി ഒന്ന് ഓർക്കണം. നിങ്ങളുടെ ഈ BJPയുടെ അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള മിടുക്കിനെയൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. നമുക്കറിയാമല്ലോ, ഇതിനു മുൻപ് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ എവിടെയൊക്കെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അനിൽ ബോസ്, അത് തന്നെയാണ് ആത്മവിശ്വാസം ഇപ്പോഴും അവിടെ തന്നെയാണ്. അല്ല, ഇതിനകത്ത് ഒരു മറുപടി കൂടി എന്നെ പറയാൻ അനുവദിക്കണം മേഡം. അനിൽ ബോസിന് ഒരു മറുപടി പറഞ്ഞില്ല, സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഒരൊറ്റ സെന്റൻസ്. ഒറ്റ സെക്കൻഡ് അനിൽ ബോസ്, ഒരു സെക്കൻഡ്. വിജയത്തെ അങ്ങ് വളരെയധികം ലാഘവത്തോടു കൂടി പറയുന്നത് കേട്ടോ. അങ്ങനെ സർ, ഒരു സിനിമ സ്റ്റാറ്റസിലുള്ള ആളാണ് ഈ മുകേഷും കൃഷ്ണകുമാറും വിജയിക്കുന്നതല്ലേ? 2019 21 സുരേഷ് ഗോപി നിന്നല്ലോ. നിയമസഭയിൽ സുരേഷ് ഗോപി നിന്ന സമയത്ത് 1 ലക്ഷം വോട്ട് മാത്രമേ ഉള്ളൂ, അദ്ദേഹം വിജയിച്ചില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ തൃശ്ശൂരിലെ 1275 ബൂത്തിലെ പ്രവർത്തകരുടെ കണ്ണീരും വിയർപ്പും കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി വിജയിച്ചിട്ടുള്ളത്. അതൊരു സംശയമില്ല. അനിൽ ബോസ്, മറുപടി. 2014-19 ഘട്ടത്തിൽ നിന്നും 2020 എത്തുമ്പോൾ LDF-ൽ നിന്ന് 51,557 വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ട് അവിടെ കുറഞ്ഞിട്ടുള്ളതിൻ്റെ കണക്ക് വന്നിട്ടുണ്ട്. 22,858 വോട്ടാണ് അവിടെ കുറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ പറയുന്ന ആലപ്പുഴയിൽ വലിയ വിപ്ലവാത്മകമായി സംഭവിച്ചു. ഞങ്ങൾ പഠിക്കണമെന്ന് അനുജ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ കണക്കെടുത്ത ഉടനെ തന്നെ. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ എന്ത് വ്യത്യാസം വന്നു എന്നാണ് പറയുന്നത്. ആറ്റിങ്ങലിൽ ഞങ്ങൾക്ക് വോട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. കേന്ദ്രമന്ത്രി V. മുരളീധരൻ മത്സരിച്ചെടുത്ത് ഞങ്ങൾക്ക് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ 4,951 വോട്ട് കൂടുകയാണ് UDF-ന് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴയിലെ കണക്കിൽ ഞങ്ങൾക്ക് 1,02,271 വോട്ട്, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ
ഇതെന്തോ ഒരു മര്യാദയില്ലായ്മയാണ് കാണിക്കുന്നത്. യാതൊരു കൾച്ചറും ഇല്ലാതെ പെരുമാറാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയല്ലേ താങ്കൾ? ഒരു മര്യാദ കാണിക്കുക. LDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 1,02,000 വോട്ട് കുറഞ്ഞു എന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത്. ഞങ്ങൾക്ക് 57,000 കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. പറയുന്ന കണക്കാ പറയുന്നത്, കണക്കെടുത്തിട്ടാ പറയുന്നത്. ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ടെന്നേ. ആറ്റിങ്ങൽ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കേന്ദ്രമന്ത്രി, ആ കേന്ദ്രമന്ത്രിയുടെ മണ്ഡലത്തിൽ UDF വോട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. കുറഞ്ഞിട്ടുള്ള പാർട്ടി പരിശോധിച്ചാൽ മതിയെന്നേ. കുറഞ്ഞിട്ടുള്ള പാർട്ടി പരിശോധിച്ചാൽ മതി. നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ചൊരു ചർച്ചയിൽ എങ്ങനെ പങ്കെടുക്കണമെന്ന് പഠിച്ചിട്ട് വാ ചർച്ച. ശരി അനിൽ ബോസ്, ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, അതിനുള്ള ഒരു ചെറിയൊരു മറുപടി കൂടി കിട്ടിയോണ്ട് ഞാൻ ഈ ചർച്ച കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നേരത്തെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകണമെന്നില്ല എന്നുള്ളത്. അത് നൽകുന്ന ദുസ്സൂചന എന്താണ്? അനുജ, ഒരു തർക്കവും വേണ്ട. ഇപ്പം 36 പേരുണ്ട്, ഞങ്ങൾക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് 36 പേരില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കാത്തതെന്ന്? എന്തുകൊണ്ട് നിതീഷ് കുമാർ അഗ്നിവീർ പദ്ധതി ഉണ്ടല്ലോ, സൈനിക നിയമനം, എന്തുകൊണ്ട് ആദ്യത്തെ ടാർഗറ്റായി നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്? ഞങ്ങൾ മുന്നോട്ട് വെച്ച സാമ്പത്തിക സംവരണം, ജാതി സംവരണം അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ ആവശ്യം മുന്നോട്ട് വെച്ച ചുമ്മാ വെച്ചതാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങൾ പൊട്ടന്മാരായതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കാത്തതാണോ വിചാരിച്ചിരിക്കുന്നത്? ഞാനത് തുടക്കത്തിൽ പറഞ്ഞു. രാജീവ് ഗാന്ധി കോൺഗ്രസ് ഒന്നാം കക്ഷിയായിട്ട് ഞങ്ങൾ മുൻപ് ഗവൺമെന്റ് ഉണ്ടാക്കിയിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ഒന്നാം കക്ഷിയാണ് പ്രതിപക്ഷത്തെ പാർട്ടികളിൽ. ഞങ്ങൾക്ക് അന്ന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഒന്നാം കക്ഷി. മൂന്നാം വട്ടവും നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇതുവരെ കണ്ട രീതിയിലേക്ക് ആയിരിക്കില്ല നരേന്ദ്രമോദിയുടെ ഭരണ നിർവഹണം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ആ വിട്ടുവീഴ്ച ഏതളവിലേക്ക് എത്തേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. വളരെ നന്ദി ശ്രീ അനിൽ ബോസ്, ശ്രീ എസ് സജീവൻ, ശ്രീ പിന്റു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു.